ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലോട്ട് കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറേശ്ശായിട്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണ്ട അത് ആക്കിയെടുക്കാൻ. കൂടുതൽ ലൂസാവൊന്നും വേണ്ട, ചപ്പാത്തി മാവിനെക്കാളും കുറച്ചും കൂടെ ഒന്ന് അയഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കാം. ഇത് നമ്മളൊരു 10-15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പൊടി പത്തിരി പലകമൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഫ്രഷാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടി പരത്തുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നീളക്കത്തിലൊന്ന് ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് പൊടിയും കൂടെ ഇട്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇത് പൊറോട്ടക്കൊക്കെ നമ്മൾ മടക്കിയെടുക്കില്ല, അതേപോലെ ആക്കിയെടുക്കുക. ബാക്കിയുള്ള ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇനി നമ്മളിവിടെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 250 ml കപ്പിന് 1 കപ്പ് പൊടി കൊണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുട്ട മതിയാവും. പിന്നെ ആകെ 3 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. നമ്മൾ പൊടിയിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് മതിയാവും. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലോട്ട് ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പത്തിരി പലകമ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ പലകമ കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കുക, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക.
അപ്പോൾ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട അത് ചുട്ടെടുക്കാൻ, എന്നെങ്കിലും ഇത് നന്നായിട്ട് നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. ഓരോ 30 സെക്കൻഡ് വെക്കും തോറും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം. ഇടയ്ക്കൊക്കെ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് കലക്കിയെടുത്ത മുട്ടൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കാം കേട്ടോ സൈഡ് ഭാഗത്ത് കൂടി. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.